പ്രിയ സജ്ജനങ്ങളെ, സാദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് ശിബി ചക്രവർത്തിയെക്കുറിച്ചാണ്. ഭഗീരഥശ്ചേകലവ്യോ മനുർധന്വന്തരിസ്ഥത ശിബിശ്ച രന്തിദേവശ്ച. അപ്പൊ ശിബി ചക്രവർത്തി ചന്ദ്രവംശ ചക്രവർത്തിയായ യയാതിയുടെ പുത്രിയുടെ പുത്രനായ ശിബി ഉശീന രാജ്യത്തെ രാജാവായിരുന്നു. വളരെ ദാനശീലനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ദാനശീലം ലോകപ്രശസ്തമാണ്. ഒരിക്കൽ അഗ്നിയും ഇന്ദ്രനും കൂടി അദ്ദേഹത്തെ പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു. അഗ്നി പ്രാവും ഇന്ദ്രൻ ഗരുഡനുമായി വേഷം മാറി. രാജാവ് അദ്ദേഹത്തിൻ്റെ പൂന്തോട്ടത്തിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കെ ഒരു പ്രാവ് പറന്നു വന്ന് അദ്ദേഹത്തിൻ്റെ തോളിലിരുന്നു. അതാകെ ഭയക്കുന്നുണ്ടായിരുന്നു, അത് വിറക്കുന്നുണ്ടായിരുന്നു. പ്രാവ് പറഞ്ഞു, മഹാരാജൻ, എന്നെ രക്ഷിക്കണം, എൻ്റെ പിന്നാലെ എന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗരുഡൻ വരുന്നു, അവനിൽ നിന്നും എന്നെ രക്ഷിക്കണം. പറഞ്ഞ് തീർന്നതും ഒരു കൂറ്റൻ പരുന്ത്, ഗരുഡൻ്റെ ചെറിയ രൂപം, അവിടത്തേക്ക് വന്നു. അദ്ദേഹം രാജാവിൽ നിന്ന് ഈ ഗരുഡൻ പ്രാവിനെ തട്ടിയെടുക്കുവാൻ നോക്കി. രാജാവ് പറഞ്ഞു, എന്നെ അഭയം പ്രാപിച്ച ഈ പ്രാവിനെ രക്ഷിക്കുവാനുള്ള ബാധ്യത എനിക്കുണ്ട്. അപ്പോൾ ഗരുഡൻ മറുപടി കൊടുത്തു, ഇതെൻ്റെ ഭക്ഷണമാണ്, ഞാൻ മണിക്കൂറുകളായി ഇതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ മാംസഭുക്കാണ്. എനിക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിന് ഇരയെ ഞാൻ കണ്ടെത്തണം. അങ്ങനെയുള്ള എൻ്റെ ഇരയാണ് അങ്ങ് സംരക്ഷിക്കുന്നത്. ഈ സമയത്ത് ശിബിരാജാവ് പറഞ്ഞു, അങ്ങ് പറയുന്നത് ശരിയാണ്, പറയുന്നത് ന്യായവുമാണ്. പക്ഷെ അങ്ങേക്ക് ഭക്ഷണത്തിനു പകരം ഞാൻ ഇവിടുന്ന് അങ്ങേക്ക് മാംസം നൽകിയാൽ പോരെ? അത് പറ്റില്ല. ഞങ്ങൾ വേട്ടയാടി പിടിച്ചു തിന്നുന്ന പതിവാണ് ഞങ്ങൾ പക്ഷികൾക്കുള്ളത്, ആ ഗരുഡനുള്ളത്. ആയതുകൊണ്ട് അങ്ങ് നൽകുന്ന ഏതെങ്കിലും മാംസം സാധ്യമല്ല. രാജാവും ഗരുഡനും തമ്മിൽ വലിയ തർക്കമായി. ഒടുവിൽ ഗരുഡനോട് ചോദിച്ചു രാജാവ്, ഏത് മാംസം തന്നാലാണ് നീ തൃപ്തിപ്പെടുക? കാരണം ഈ പ്രാവിനെ കൊല്ലുവാൻ ഞാൻ സമ്മതിക്കുന്നില്ല. ഈ സമയത്ത് ഗരുഡൻ പറഞ്ഞു, ഈ പ്രാവിൻ്റെ തൂക്കത്തിന് കണക്കായ തുല്യമായ മാംസം അങ്ങയുടെ ശരീരത്തിൽ നിന്നും എനിക്ക് നൽകിയാൽ ഞാൻ ഈ പ്രാവിനെ വെറുതെ വിടാം. രാജാവ് പ്രാവിനെ ത്രാസിൻ്റെ ഒരു തട്ടിൽ വെച്ചു. മറ്റേ തട്ടിലേക്ക് തൻ്റെ തുടയിൽ നിന്നും മാംസം മുറിച്ചെടുത്ത് വെച്ചു. വലിയൊരു കഷ്ണമാണ് ആദ്യം എടുത്തു വെച്ചത്. പക്ഷേ ത്രാസ് പൊങ്ങുന്നില്ല. പ്രാവിൻ്റെ ഭാരം രാജാവിൻ്റെ മാംസത്തേക്കാൾ കൂടുതലായിരുന്നു. രാജാവ് വീണ്ടും തൻ്റെ രണ്ടാമത്തെ കാലിൽ നിന്ന് മുറിച്ചു വെച്ചു. എന്നിട്ടും മാറ്റമില്ല. ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിൽ നിന്നും മാംസം മുറിച്ച് വച്ചിട്ടും ഈ പ്രാവ് നിൽക്കുന്ന തട്ട് താണു തന്നെ കിടക്കുന്നു. ഒടുവിൽ രാജാവ് കത്തിയെടുത്ത് തൻ്റെ ശിരസ് ഛേദിക്കുവാനൊരുങ്ങി. അതായത് എൻ്റെ ശരീരം മുഴുവൻ ഗരുഡാ നീ ഭക്ഷിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പ്രാവും ഗരുഡനും രൂപം മാറി അഗ്നിയും ഇന്ദ്രനുമായി തീർന്നു. രണ്ടുപേരും രാജാവിനെ അനുഗ്രഹിച്ചു. ശിബി രാജാവ് നിസ്സാരമായ ഒരു പ്രാവിനെ രക്ഷിക്കുവാൻ വേണ്ടി സ്വജീവൻ പോലും ത്യജിക്കുവാൻ തയ്യാറായ ആ ശിബി മഹാരാജാവ് ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ രാജാക്കന്മാരിൽ ദാനശീലത്തിന് പേരുകേട്ട ആളായിട്ട് ശോഭിക്കുകയാണ്. ഹരിശ്ചന്ദ്ര മഹാരാജാവ് സത്യത്തിന് പേരുകേട്ട ആളാണെങ്കിൽ ദാനത്തിൻ്റെ കാര്യത്തിൽ അവസാനത്തെ വാക്കായിട്ട് ശിബി ചക്രവർത്തിയെ നാം വിശേഷിപ്പിക്കുന്നു. ആ ശിബി ചക്രവർത്തിയെ നാം നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.